ഓറും ഞാൻ കണക്കാം. ദാ ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അങ്ങോട്ട് വന്ന് വാങ്ങിക്കണം. ഇത് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് കൊടുത്താലും ഇവിടെ ആരും അടിമയൊന്നും അല്ല. വലിയ ആദർശം പറിച്ചില്ല, പക്ഷെ പ്രവൃത്തിയിലൊന്നുമില്ല. എന്താ വലിയ ആദർശം പറിച്ച പ്രവൃത്തിയിലൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ല? നിന്നോട് തന്നെ പറഞ്ഞ. എന്നോടാണെന്ന് എനിക്ക് മനസ്സിലായി, കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഇല്ല, നീയല്ലേ പറഞ്ഞത് ഈ ഓഫീസിന് എന്തോ സ്റ്റേറ്റസോ കമ്പനിക്ക് മാനക്കേടോ സെൽഫി എടുക്കരുതെന്നോ കൊറേ റൂൾസ്. അതിനിവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലേ? ഇല്ല. നീയും ടോമും കൂടി സെൽഫി എടുത്തില്ലേ? എപ്പം? ഇല്ല, ഞാൻ കണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും സെൽഫി എടുക്കുന്നത്. അത് പിന്നെ ഒരുമിച്ചൊരു വർക്ക് ചെയ്തു കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞ ഒരു തെളിവ് വേണമല്ലോ, അതിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഓ, അപ്പൊ എനിക്ക് നാളെ തൊട്ട് എടുക്കാലോ അല്ലേ ഈ എവിഡൻസ് സെൽഫി? ഇതുപോലെയാണ്? അല്ല, അതുപോലെയാണ് ഇത്. അല്ല, നീ എടുക്കുന്ന പോലെയല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കും, നീ വളരെ ലോക്കലായിട്ട് എടുക്കും. അതാണ് വ്യത്യാസം. നിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടതാ. അതെ, നിന്റെ കൂടെ ഇരിക്കുന്ന സെൽഫി കണ്ടറിയാം ടോം ഒട്ടും ഇഷ്ടമല്ലാണ്ട് ഇരിക്കുന്നത്. നിന്റെ കൂടെ ഇരിക്കുന്ന സെൽഫി കണ്ട പിന്നെ എന്റെ പൊന്നു മോളെ, ടോമിനങ്ങ് വലിയ പ്രിയത്തോടല്ലേ വന്നിരിക്കുന്നത്. ടോമിനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ടോമിന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് നീ ഒരു കൂടി പിശാചാണെന്ന്. ഓ, കാണാം. കാണാനൊന്നുമില്ല. എന്ത് കാണാം? അതെ, ഈ പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനും ടോമും കൂടി തന്നെ അത് പ്രസന്റ് ചെയ്യും. ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ ജെസ്സി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും ടോമും കൂടെ ഈ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യും. അതെ, ഞാൻ നിന്നെക്കാൾ ഒരുപാട് പ്രോജക്ട്സ് പ്രസന്റ് ചെയ്ത ആളാണ്. അങ്ങ് മുംബൈയിലല്ലേ, എന്നാൽ ഇവിടെ അതിനും അപ്പുറം പ്രോജക്റ്റ് പ്രസന്റ് ചെയ്ത ആളാണ് ഈ ജെസ്സി മോൾ, കേട്ടോ. അതെ, ഇവിടെ ആർക്കാ പ്രയോറിറ്റി, ആർക്കാ എക്സ്പെൻസ് കൂടുതലൊക്കെ കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് ഞാനും ടോമും കൂടെ ഇത് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നീ നിന്റെ ഉണ്ട കണ്ണോട് നോക്കി കാണുകയും ചെയ്യും. സ്വപ്നത്തില് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വന്നേക്കുന്നു. ഏത് സമയത്താണോ ഈ ഓഫീസിൽ? കുഴപ്പമില്ല, ടോമിനെ കിട്ടില്ല. പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും വിശപ്പുണ്ടാവും. ടോം എന്ത് പണിയാ കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ മമ്മി ലഞ്ച് കൊടുത്തയച്ചിട്ടുണ്ടെന്ന്. പറ്റത്തില്ല, ഇത് മമ്മി ടോമിന് സ്പെഷ്യൽ ആയിട്ട് അയച്ചതാ. ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ അത് കഴിച്ചോളൂ. അതെ, ഇത് കഴിച്ചിട്ട് പിന്നെ അവളുടെ കഴിക്കാം. ടോമേ, ഇത് കഴിച്ചാ മതി. ഓഹോ, അപ്പൊ എന്റെ മമ്മി സ്പെഷ്യൽ ആയിട്ട് കൊടുത്തയച്ചതിന് ഇവിടെ വിലയില്ലല്ലേ? ടോം ഇത് കഴിച്ചു ഞാൻ തരാം. ടോമണന് ഇനി രാത്രി ഫുഡ് വേണ്ടി വരുമെന്ന് തോന്നണ്ട. സ്പെഷ്യലായിട്ട് മമ്മി കൊടുത്താ പിന്നെ കഴിക്കണ്ടേ ടോമേ? അങ്ങനെ കൊല്ലുകൊല്ലോ. പറഞ്ഞില്ലേ? അയ്യോ, അണ്ണന് ഒരാഴ്ചത്തേക്കുള്ള ഫുഡിന് വേണ്ടി വരില്ല. സന്തോഷായല്ലോ, എന്നാ വേണം? ഇടത്തുനിന്നും വലത്തുനിന്നും സ്നേഹിക്കാൻ ആൾക്കാരാ. ഓരോരോ യോഗം അല്ലടാ. ടോമേ, കുറച്ച് വെള്ളം എടുക്കട്ടെ. ഇനി എവിടെ കുടിക്കാൻ? രണ്ട് പഴം കൂടെ കുത്തി കയറ്റേ. ഓ, ഫുഡ് കഴിച്ചില്ലല്ലോ. അല്ല, കഴിച്ചു. മോഹൻ കണ്ടറിയാൻ കഴിച്ചിട്ടില്ല. അയ്യോ, ഇതാണ്ട് ഇവിടെ ഇവരൊക്കെ എനിക്ക് നമുക്ക് 2 പേർക്കുള്ള ഫുഡ് ഞാൻ വരുത്തി. ഞാൻ എനിക്കാ? അല്ല, ഒന്നും പറ്റിയില്ല എനിക്ക്. കഴിക്കാൻ പോണം. ഇങ്ങനെയായിരിക്കും അണ്ണൻ്റെ അടുത്തില്ല പോവാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുമല്ലോ?